അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 4 ശനിയാഴ്ച. കേരള ഭാഗ്യക്കുറിയുടെ 25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ TH 577825 ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി വഴി കൊച്ചിയിലെ നെട്ടൂരിൽ ഏജന്റ് ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് ഈ മഹാഭാഗ്യം. ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള കാത്തിരിപ്പിലാണ് കേരളം. 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റുപോയത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദങ്ങൾ കൂടുതലായി ഉയരുന്ന സാഹചര്യത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ച് ദേവസ്വം ബോർഡ്. സ്മാർട്ട് ക്രിയേഷൻസുമായി പോറ്റി മുഖേനയുള്ള വാറന്റി ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചു. ഇനി സ്വന്തം നിലയിൽ നേരിട്ട് ഇടപാടുകൾ നടത്തുമെന്നാണ് തീരുമാനം. 2019 ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷം പോറ്റിയുടെ പേരിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് വാറന്റി എഴുതിയത്. 40 വർഷത്തേക്കായിരുന്നു വാറന്റി. ഇത് ഉപേക്ഷിക്കുന്നതിലൂടെ 18 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ബോർഡിന് വരുന്നത്. ശബരിമലയിലെ ദ്വാരപാലകരുടെ ശില്പത്തിൽ 1999 സ്വർണം പൂശിയെന്ന് ദേവസ്വം രജിസ്റ്ററും മഹസറും വ്യക്തമാക്കുന്നു. 1999 മെയ് 4-നാണ് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞതെന്നാണ് രേഖകൾ. 1999 മാർച്ച് 27-ന് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവനുസരിച്ചാണ് സ്വർണം പൊതിഞ്ഞത്. വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത്. ഹൈക്കോടതിയുടേതാണ് കണ്ടെത്തൽ. വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണത്തിൽ എത്ര ബാക്കിയുണ്ടെന്ന് സർക്കാരും ദേവസ്വവും മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. സ്വർണം ഇവിടുന്ന് തന്നെ അടിച്ചുമാറ്റി പിന്നീട് ചെന്നൈയിൽ എത്തിച്ചു എന്ന് കരുതേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശബരിമലയിൽ വിശ്വാസമില്ലാത്തവർ അധികാരത്തിൽ കയറിയതിന്റെ പ്രശ്നമാണിതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാണിക്ക പോലും അടിച്ചു മാറ്റുകയാണെന്നും വിജയ് മല്യ കൊടുത്ത സ്വർണം ചെമ്പാകുന്ന മറിമായമാണിതെന്നും വസ്തുത പുറത്തു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ സുവർണ അവസരമായി പ്രതിപക്ഷവും BJPയും ഉപയോഗിക്കുകയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണ കാരണമാണ് ദേവസ്വം ബോർഡിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശൽ വിവാദത്തിൽ വിചിത്രവാദവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി. ശില്പങ്ങളിലുള്ളത് സ്വർണമല്ലെന്നും സ്വർണ്ണ കളറുള്ള പെയിന്റ് ആയിരുന്നു എന്നുമാണ് പോറ്റിയുടെ പുതിയ വാദം. ആ പെയിന്റ് മങ്ങിയതുകൊണ്ടാണ് സ്വർണം പൂശാൻ തന്നെ ഏൽപ്പിച്ചതെന്നും തനിക്ക് കിട്ടിയത് സ്വർണ്ണപ്പാളിയല്ല പെയിന്റ് അടിച്ച ചെമ്പുപാളിയാണെന്നും പെയിന്റ് ആയതുകൊണ്ടാണ് നിറം മങ്ങുന്നതെന്നാണ് ദേവസ്വം അധികൃതർ തന്നോട് പറഞ്ഞിരുന്നതെന്നും പോറ്റി പറയുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ 1998 പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് വിജയ് മല്യ കരാർ ഏൽപ്പിച്ച കമ്പനി ഉടമയുടെ മകൻ ജഗന്നാഥൻ. 24 ക്യാരറ്റ് സ്വർണം തന്നെയാണ് സ്വർണം പൊതിയുന്നതിന് ഉപയോഗിച്ചതെന്നും ശബരിമലയിൽ 8 മാസത്തോളം ജോലി ഉണ്ടായിരുന്നു. ദേവസ്വം പ്രതിനിധികളുടെയും സ്പോൺസറുടെയും മുന്നിൽ വച്ചാണ് പണി നടത്തിയതെന്നും ജഗന്നാഥൻ പറഞ്ഞു. എത്ര വർഷമായാലും സ്വർണം തനിയെ ഇല്ലാതാകില്ലല്ലോ എന്നും ജഗന്നാഥൻ ചോദിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ആന്ധ്രയിലും എത്തിച്ചുവെന്നും പണപ്പിരിവായിരുന്നു ലക്ഷ്യമെന്നും റിപ്പോർട്ട്. പെന്തുർത്തിയിലെ അയ്യപ്പക്ഷേത്രം സ്ഥാപിച്ചത് 2020-ലാണ്. ശബരിമല മാതൃകയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ്. ക്ഷേത്രം അറിയപ്പെടുന്നത് ഉത്തര ആന്ധ്ര ശബരിമല എന്ന പേരിലാണ്. ക്ഷേത്രത്തിന് ഉത്തര ആന്ധ്ര ശബരിമല എന്ന പേര് നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സത്യം പുറത്തുവരട്ടെയെന്ന് നടൻ ജയറാം. അയ്യപ്പന്റെ സമ്മാനമായി കരുതിയാണ് പൂജയിൽ പങ്കെടുത്തതെന്നും വർഷങ്ങൾക്ക് ശേഷം പ്രശ്നമാകുമെന്ന് കരുതിയില്ലെന്നും ജയറാം പറഞ്ഞു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നോട് 1 രൂപ പോലും ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണപ്പാളി കാണാതായതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ. 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു എന്നാണ് രേഖകൾ. 2019 കൊണ്ടുപോയത് ചെമ്പാണെങ്കിൽ സ്വർണം എവിടെയെന്നും അദ്ദേഹം ചോദിച്ചു. ശബരിമലയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് മാർഗരേഖയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ലെന്നും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊടുത്തുവിട്ടതെന്നും മാത്രമല്ല തിരുവാഭരണം പോലീസ് അകമ്പടിയിലാണ് കൊണ്ടുപോയതെന്നും കമ്മീഷണറും ഒപ്പമുണ്ടായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചന്ദനത്തൈകൾ നട്ടുവളർത്തി കർഷകർക്ക് വരുമാനമുണ്ടാക്കാൻ അവസരമൊരുക്കുമെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ആദ്യപടിയായി സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്താനുള്ള നിയമനിർമ്മാണം 1 വർഷത്തിനുള്ളിൽ നടപ്പാക്കുമെന്നും 1 കോടി ചന്ദനത്തൈകൾ കേരളത്തിലുടനീളം നട്ടുവളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എയ്ഡഡ് നിയമനത്തിലെ ഭിന്നശേഷി സംവരണ തീരുമാനത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ധാർഷ്ട്യത്തിന്റെ ഭാഷയെന്ന് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിൽ അഭിപ്രായപ്പെട്ടു. എയ്ഡഡ് നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി യാഥാർത്ഥ്യമാകാൻ പോകുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയോടൊപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ ദില്ലിയിൽ സന്ദർശിച്ച ഘട്ടത്തിൽ കൂടുതൽ പാതകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ്. കോൺഗ്രസ് പ്രവർത്തക താര ടോജോ അലക്സിന്റെ പരാതിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം കൊച്ചി പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. ഷാജൻ സ്കറിയ, ഗൂഗിൾ CEO സുന്ദർ പിച്ചെ, ഗൂഗിൾ കമ്പനി ഭാരവാഹികളടക്കം 11 പേർക്കെതിരെയാണ് കേസ്. തീവ്ര ചുഴലിക്കാറ്റായ ശക്തി വടക്ക് കിഴക്ക് അറബിക്കടലിൽ തുടരുന്നു. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിലവിൽ സഞ്ചരിക്കുന്ന ശക്തി തിങ്കളാഴ്ചയോടെ ദിശ മാറി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യത. ഇനി മുതൽ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയും ഇടിമിന്നലോട് കൂടിയ കിഴക്കൻ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയാണ് സംഭവം. ഗാസയിലും പലസ്തീനിലുമടക്കം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതടക്കം കാണിച്ചുകൊണ്ടാണ് മൈം അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം മുഴുമിപ്പിക്കുന്നതിനു മുൻപേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തുകയായിരുന്നു. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പലസ്തീൻ ഐക്യദാർഢ്യ വിവാദത്തിൽ MSF നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ പോലീസെത്തി അറസ്റ്റ് ചെയ്ത് നീക്കി. SFIയും പ്രതിഷേധവുമായി സ്കൂളിലേക്കെത്തി. മണിക്കൂറുകളോളം MSF പ്രതിഷേധിച്ചു. സ്കൂളിൽ രാവിലെ PTA യോഗം നടന്നിരുന്നു. പരിപാടി നിർത്തിവെച്ച അധ്യാപകനെതിരെ നടപടി വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ചു. മണ്ണാറമല സ്വദേശി കൃഷ്ണമ്മയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. സെപ്റ്റംബർ ആദ്യ ആഴ്ചയാണ് കൃഷ്ണമ്മയ്ക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വാക്സിൻ സ്വീകരിച്ചിരുന്നു. തെരുവ് നായ ആക്രമിച്ചപ്പോൾ കൃഷ്ണമ്മ നിലത്തു വീഴുകയും തുടർന്ന് മുഖത്ത് കടിയേൽക്കുകയും ചെയ്തിരുന്നു. കുടുംബവഴക്കിനെ തുടർന്ന് 2ാം ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്ന് മൃതദേഹം കൊക്കയിൽ തള്ളി. കോട്ടയം കാണക്കാരി കപ്പടക്കുന്നേൽ ജെസിയുടെ മൃതദേഹമാണ് 60 കിലോമീറ്റർ അകലെ ചെപ്പുകുളം ചക്കുരമാണ്ടിലെ കൊക്കയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സാം K ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും തമ്മിൽ കുടുംബവഴക്കും കോടതികളിൽ കേസും നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി ജെസിയെ സാം ജോർജ് കൊലപ്പെടുത്തി റബ്ബർ തോട്ടത്തിലെ കൊക്കയിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവളുടെ ആഗ്രഹമല്ലേ, അവള് തർക്കട്ടെ. KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചെന്ന് പരാതി. അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച കഫ് സിറപ്പിൽ അനുവദനീയമായതിലുമധികം DEG കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ചീപുരത്തെ ശ്രീഷൻ ഫാർമയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലാണ് ഇത് കണ്ടെത്തിയത്. മധ്യപ്രദേശ് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് തമിഴ്നാട് FCA സാമ്പിൾ ശേഖരിച്ചത്. കേന്ദ്ര സംഘങ്ങളുടെ പരിശോധന മേഖലയിൽ തുടരുകയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബന്ദികളെ മോചിപ്പിക്കുമെന്ന സൂചനയെ സുപ്രധാന ചുവടുവയ്പ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്.
ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായകമായി മുന്നേറ്റം കൈവരിക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെ ഇന്ത്യ അഭിനന്ദിക്കുന്നുവെന്നും ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ശക്തമായി പിന്തുണയ്ക്കുന്നത് ഇന്ത്യ തുടരുമെന്നും പ്രധാനമന്ത്രി മോദി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിൽ നടന്ന അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സമരക്കാർ മുന്നോട്ട് വച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം പാകിസ്ഥാൻ സർക്കാർ അംഗീകരിച്ചു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഉയർത്തിയ 38 ആവശ്യങ്ങളിൽ 21 ഷഹബാസ് ഷെരീഫ് സർക്കാർ അംഗീകരിച്ചു. മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയാണ് പ്രക്ഷോഭം നയിച്ചത്. ചുമസിറപ്പുകൾ കഴിച്ച കുട്ടികൾ മരിച്ചെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് കർശന നടപടികളുമായി രാജസ്ഥാൻ സർക്കാർ. വിഷയത്തിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ രാജാറാം ശർമ്മയെ സസ്പെൻഡ് ചെയ്തു. കൂടാതെ ഡെക്സ്ട്രോ മെത്തോർഫൻ അടങ്ങിയ നിശ്ചിത കഫ് സിറപ്പുകളുടെ വിൽപ്പന സംസ്ഥാനത്ത് നിരോധിച്ചു. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഇതുവരെ 12 കുട്ടികൾ മരിച്ച സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. രാഹുൽ ഗാന്ധിയെ ശ്രീരാമനായി ചിത്രീകരിച്ച് ലക്നൌവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ പരിഹാസവുമായി BJP. വിവരമില്ലാത്തവരാണ് ഇരുവരെയും താരതമ്യം ചെയ്യുന്നതെന്ന് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക് പറഞ്ഞു. ശ്രീരാമന്റെ അസ്തിത്വം അംഗീകരിക്കില്ലെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചവരാണ് കോൺഗ്രസുകാരെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും പഥക് ആവശ്യപ്പെട്ടു. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ വിദേശ രാജ്യങ്ങളിലെ പരിശീലകർക്ക് ദില്ലിയിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. ഇന്നലെ വൈകിട്ട് ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വച്ചാണ് സംഭവം. കെനിയയുടെ സ്പ്രിന്റ് കോച്ചിനും ജപ്പാന്റെ അസിസ്റ്റന്റ് കോച്ചിനുമാണ് കടിയേറ്റത്. ഇരുവരെയും ഉടൻ തന്നെ സഫ്ദർജംഗ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. വെസ്റ്റ് ഇൻഡീസിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഇന്നിംഗ്സ് ജയം. ഇന്നിംഗ്സിനും 140 റൺസിനുമാണ് ഇന്ത്യ ജയിച്ചത്. 1ാം ഇന്നിംഗ്സിൽ 286 റൺസിന്റെ ലീഡ് വഴങ്ങിയ വിൻഡീസ് 2ാം ഇന്നിംഗ്സിൽ കേവലം 146 റൺസിന് എല്ലാവരും പുറത്തായി. 4 വിക്കറ്റ് നേടിയ രവീന്ദ്ര ജഡേജയാണ് വിൻഡീസിനെ തകർത്തത്. മുഹമ്മദ് സിറാജ് 3 കുൽദീപ് യാദവ് 2 വിക്കറ്റും വീഴ്ത്തി. നേരത്തെ വിൻഡീസിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 162-നെതിരെ ഇന്ത്യ 5-ന് 448 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത രവീന്ദ്ര ജഡേജയാണ് മത്സരത്തിലെ താരം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.